കേരളത്തിൻ്റെ പല ഭാഗത്തും ഇപ്പോൾ അത് ട്രെൻഡിങ് ആണ്. പക്ഷേ എല്ലായിടത്തും അത് അത്ര നല്ല ടേസ്റ്റി ആയിട്ട് കൊടുക്കുന്നില്ല. അത് നല്ല രീതിയിൽ തന്നെ ചെയ്തു പോകുന്നുണ്ട്. അതിൻ്റെ ഒരു കോൺഫിഡൻസിലാണ് ഇനി ഫ്രാഞ്ചൈസി തുടങ്ങാമെന്ന് വിചാരിച്ചത്. നമ്മളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാതെ അതിലേക്ക് ചാടിയാൽ അത് പരാജയത്തിൽ വരാനാണ് സാധ്യത. ഒരു ഫ്രാഞ്ചൈസി എടുക്കുന്ന ഒരാൾക്ക് ഒരു പേടി അതിനെ പറ്റി വേണ്ട. കാരണം എന്ന് വെച്ചാൽ അത് നമ്മുടെ ഓൺ റെസിപ്പിയാണ്. എൻ്റെ ഷെഫ് പോയാൽ എൻ്റെ കട പൂട്ടും എന്നുള്ള ധാരണയൊന്നും വേണ്ട. ലീഗലി പ്രോബ്ലം ഉള്ള ഒരു ബിൽഡിംഗ് നമ്മൾ എടുക്കാൻ പാടില്ല. എൻ്റെ അറിവിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഏകദേശം 1 കോടിയോളം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയതാണ്. അവസാനം ആ ബിൽഡിങ്ങിന് ഒരു ലീഗൽ പ്രോബ്ലം ഉണ്ടായി. അത് ബാങ്ക് ജപ്തി ചെയ്ത് അദ്ദേഹത്തിന് ആ റെസ്റ്റോറൻറ്റ് മൊത്തം ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. ആ ലെവലിലേക്ക് നോക്കുമ്പോൾ ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്കാർക്കുള്ള ഒരു മെയിൻ ചോദ്യം ഉണ്ടാവും, ബ്രാൻഡിൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാണ് വരുന്നത്, ബ്രാൻഡിൻ്റെ ഒരു വിഷൻ എന്തൊക്കെയാണ്, നെക്സ്റ്റ് ഏതൊക്കെ ലെവലിലേക്ക് എത്താൻ. കാരണം അതിൻ്റെ പാർട്ടായിട്ടാണ് അവർ നിൽക്കുന്നത്. അവരാണ് നമ്മൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. എല്ലാ സിസ്റ്റവും ഉണ്ടായിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റത്തില്ല. നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ ഓരോരോ പ്രോബ്ലം വരും. അതിനെ നമ്മൾ സോൾവ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഇതിലിപ്പോൾ നമ്മൾ ഒരു ബിരിയാണി ബ്രാൻഡ് എന്ന ലെവലിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നമ്മളെ അയൽനാടുകളായിട്ടുള്ള തമിഴ്നാട്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ തലപ്പക്കാട്ടി ബിരിയാണി ഉണ്ട്, ആസിഫെ ബിരിയാണി, ഇങ്ങനത്തെ ബിരിയാണി, സ്റ്റാർ ബിരിയാണിയൊക്കെ എനിക്ക് തോന്നുന്നു ഈവൻ ബാംഗ്ലൂരിൽ തന്നെ അത്യാവശ്യം നല്ല ഒരുപാട് കൗണ്ടേഴ്സ് സ്റ്റാർ ബിരിയാണി വരുന്നുണ്ട്. അങ്ങനത്തെ ബ്രാൻഡ് ശരിക്കും കേരളത്തിൽ അങ്ങനത്തെ ഒരു ബ്രാൻഡ് പൊങ്ങി വന്നിട്ടില്ല. അപ്പോൾ അവിടെ ഒരു സ്പേസ് ശരിക്കും ഒരു റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ ബിരിയാണി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫുഡിന് എന്തായാലും അവിടെ ഒരു ചാൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പൊസിഷൻ ഫില്ല് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കായമാസിനുണ്ടോ, ഇനി ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കേണ്ടത് എന്നുള്ളത് പറയാം. തീർച്ചയായിട്ടും ഇതിന് നല്ല ഗ്യാപ്പുണ്ട്. കാരണം കേരളത്തിൽ അങ്ങനെ ഒരു ബിരിയാണി ബ്രാൻഡായിട്ട് ഒരു ഫ്രാഞ്ചൈസി മോഡലിൽ എൻ്റെ അറിവിലില്ല. പിന്നെ പല വലിയ റെസ്റ്റോറൻറ്റുകൾ നല്ല ബിരിയാണി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഫ്രാഞ്ചൈസി സെറ്റപ്പിലേക്ക് കൊണ്ടുപോകാൻ എന്തുകൊണ്ടും പറ്റുന്നൊരു ഐറ്റമാണ് ബിരിയാണി. കാരണം ഇതിൻ്റെ റെസിപ്പി നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ ഇത് റെസിപ്പി ലോക്ക്ഡാണ്. ഇത് എത്ര ഔട്ട്ലെറ്റ് വേണമെങ്കിലും നമുക്ക് ഒരേ ടേസ്റ്റ് തന്നെ കൊണ്ടുപോകാൻ പറ്റും. കാരണം ഇതൊരു ഷെഫിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതല്ല. അപ്പോൾ ഒരു ഫ്രാഞ്ചൈസി എടുക്കുന്ന ഒരാൾക്ക് ഒരു പേടി അതിനെ പറ്റി വേണ്ട. കാരണം എന്ന് വെച്ചാൽ അത് നമ്മുടെ ഓൺ റെസിപ്പിയാണ്. ഇന്ന ഷെഫ് പോയാൽ എൻ്റെ കട പൂട്ടും എന്നുള്ള ധാരണയൊന്നും വേണ്ട. കാരണം എൻ്റെ കൂടെ 2019 നിന്ന ഷെഫ് ഈ 2015 വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേറൊരു കട പുതുതായിട്ട് തുടങ്ങണമെന്ന് ആഗ്രഹം വന്നു. അദ്ദേഹം മാറിയതാണ്. അദ്ദേഹം വന്നതും പോയതും കൈമാസ് അറിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം മെയിനായിട്ടും നമ്മളുടെ ഓൺ റെസിപ്പി തന്നെ ഇത് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വേറെ സ്റ്റാഫിനെ നമ്മൾ ഒരു 10 ദിവസം ഏകദേശം ഒരു 10 ദിവസം ട്രെയിനിങ് കൊടുത്തു. അയാളും അതേപോലെ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഫ്രാഞ്ചൈസിക്ക് നമുക്ക് ഒരു അങ്ങനൊരു ഐഡിയ വരാൻ തന്നെ കാരണം അത് തന്നെയാണ്. ശരിക്കും ഇപ്പോൾ തലശ്ശേരി സ്റ്റൈലാണല്ലോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. മെയിൻ ഐറ്റം അതാണല്ലോ വരുന്നത്, ദം ടൈപ്പ് ബിരിയാണിയാണല്ലോ. ആ ഒരു സ്പേസ് ശരിക്കും മാർക്കറ്റിലുണ്ടല്ലോ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തമിഴ്നാട് ബിരിയാണികളുണ്ട്, തലപ്പാക്കട്ടി ബിരിയാണി, സ്റ്റാർ ബിരിയാണി, താജ് ബിരിയാണി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ബിരിയാണി ഉണ്ട്. നമ്മളിപ്പം ഇവിടെ ഹൈദരാബാദ് ബിരിയാണി ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുകയാണെങ്കിൽ തന്നെ അത്രയും ഫെയിമുള്ള വേറെ ഉണ്ടാവില്ല. ഹൈദരാബാദ് ബിരിയാണിക്കാണ് അത്രയും ഫെയിമിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് അവിടെയൊക്കെ പോകുകയാണെങ്കിൽ ഇപ്പോൾ കൊൽക്കട്ട ബിരിയാണി, ഇവിടെയൊക്കെ ഓരോ സ്ഥലത്തും അത് ഇങ്ങനെ വരുന്നുണ്ട്. അമ്പൂർ ബിരിയാണി ആ ലെവലിലൊക്കെ. അവിടെയൊക്കെ നമ്മൾ ഈ മലബാർ ബിരിയാണിക്കും ഒരു ഫെയിമുണ്ട്. അവിടെ പോവുകയാണെങ്കിൽ തന്നെ അവിടെ നമ്മൾ കേരളത്തിലുള്ള ബിരിയാണി എന്ന ലെവലിലേക്ക് അവിടെ ഫേമസ് ആണ് അവിടേക്ക്. കാരണം പല കേരള റെസ്റ്റോറൻറ്റ്സ് അവിടെ എല്ലാം ഉണ്ട്, അവർക്ക് ടേസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ അങ്ങനത്തെ ഒരു ബ്രാൻഡ് ഇതുവരെ പൊങ്ങി വന്നിട്ടില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനത്തെ ഒരു പോസിബിലിറ്റി അവിടെ കായമാസിനുണ്ട്. ആ പേരും അതിനൊരുപാട് മാച്ചിങ് ഉണ്ട്. കായമാസ് എന്നുള്ള ഒരു പേര്, കായമ റൈസ് എന്നുള്ള ഒരു പേര്, ഒരു മാച്ചിങ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ലെവലിൽ ഒരുപാട് ഫ്രാഞ്ചൈസികളായിട്ട് തന്നെ മുമ്പോട്ട് പോകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഈ ഫ്രാഞ്ചൈസി എൻക്വയറി വരുമ്പം ഏറ്റവും കൂടുതൽ ഇപ്പം ആളുകൾ നോക്കുന്നത് ഒരു സെക്കൻഡ് ഇൻകം, തേർഡ് ഇൻകം എന്നുള്ള ലെവലിലേക്കൊക്കെ ഇൻകം ജനറേഷനായിട്ടാണ് അധികം ആൾക്കാർ ഈ ഒരു ഫ്രാഞ്ചൈസി ബിസിനസ്സിലേക്ക് വരുന്നത്. ഫുഡ് ബിസിനസ്സിലേക്ക് വരുമ്പം അവർ ആഗ്രഹിക്കുന്നതും കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മോഡലിലുള്ള ബിസിനസ് എന്ന ലെവലിലേക്കാണ് ഒരുവിധ ആൾക്കാരൊക്കെ വരുന്നത്. ചിലപ്പം ഫ്രണ്ട്സ് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് ഉണ്ടാകും. അത് അവർക്ക് ചിലപ്പോൾ അവർ വേറെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ വേറെ ബിസിനസ് ഉണ്ടാകും. അവർക്ക് ഈ ഫീൽഡ് ഇൻട്രസ്റ്റിൽ വരുന്നതാണ്. അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതൽ എൻക്വയറീസ് വരിക. അപ്പോൾ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള എൻക്വയറീസ് അങ്ങനെ തന്നെയാണ് കൂടുതലും. അപ്പോൾ ഇങ്ങനെ ഈ കായമാസിൻ്റെ ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്കാർക്ക് അവർ നോക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ പോസിറ്റീവാണ് കായമാസ് എടുത്താൽ കിട്ടുക, എന്തൊക്കെ ബെനിഫിറ്റ് കമ്പനീൻ്റെ ഭാഗത്ത് എന്തൊക്കെ സപ്പോർട്ട് ഉണ്ട്, അവർക്ക് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് ഇത് പുറത്ത് നിന്നിട്ട് നോക്കിയിട്ട് അവർക്ക് ബിസിനസ് റൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ലെവലിലൊക്കെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവാറുണ്ട്.
അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ഫ്രാഞ്ചൈസി എൻക്വയറി ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ക്യാൻവാസിൻ്റെ ഫ്രാഞ്ചൈസി എടുക്കുകയാണെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പറയാൻ പറ്റും? ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഹെഡ് ഏക്കും വരാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഫുള്ള് A to Z കാര്യങ്ങളും കൈമാസിൻ്റെ കമ്പനി തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് മാനേജേഴ്സ് ഉൾപ്പെടെ ക്ലീനിങ് ബോയ്സിനെ വരെയാണ് നമ്മൾ ഹയർ ചെയ്യുന്നതും നമ്മളത് ഒരു സിസ്റ്റം ഉണ്ടാക്കി അതിൻ്റെ രീതിയിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. സാധാരണ മിക്ക ഫ്രാഞ്ചൈസികളും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്രാഞ്ചൈസി കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്രാഞ്ചൈസി എടുത്ത ആൾ അത് ഓപ്പറേറ്റ് ചെയ്യും. അദ്ദേഹത്തിന് ഈ റെസ്റ്റോറൻറ്റ് ഫീൽഡോ അല്ലെങ്കിൽ ഈ ഒരു ഫുഡ് ബിസിനസ്സായിട്ട് യാതൊരു ബന്ധമൊന്നും കാണാവില്ല. അപ്പോൾ ഇവരുടെ അങ്ങോട്ടും പിന്നെ സ്റ്റാഫിനോടുള്ള ഡീലിങ്സോ അല്ലെങ്കിൽ ഗസ്റ്റുകളോടുള്ള ഡീലിങ്സൊക്കെ ഒന്നും ശരിയാവണമെന്നില്ല. അങ്ങനെ പല ഫ്രാഞ്ചൈസികളും പൂട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മളൊരു പഠനം നടത്തിയപ്പോൾ ഇത് സക്സസ് ആയിട്ട് പോയിട്ടുള്ളത് പലതും ഈ കമ്പനി തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫുഡ് ബിസിനസ്സാണ് സക്സസ് ആയിട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് കൈമാസും അതേ സെയിം രീതിയിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഈ ഒരു സെക്കൻഡ് ഇൻകത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഹെഡേക്കുകളായിട്ടൊന്നും അവർക്ക് നടക്കേണ്ട ആവശ്യമില്ല. ഫുൾ കാര്യങ്ങളും കമ്പനി തന്നെ ഓപ്പറേറ്റ് ചെയ്തോളും. മാനേജ് ചെയ്യുന്നു, സ്റ്റാഫിനെ മാനേജ് ചെയ്യുന്നു, ലൊക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതിൽ നമുക്ക് അധികം ഉണ്ടാവുന്ന ചില സിറ്റുവേഷനിൽ നമുക്ക് ലൊക്കേഷൻ ഉള്ള ആൾക്കാരുണ്ട്, നമുക്ക് എൻക്വയറി വരാനുള്ള ചാൻസ് ഉണ്ട്. ചില സിറ്റുവേഷനിൽ നമുക്ക് ചിലപ്പോൾ ലൊക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ബ്രാൻഡിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഉണ്ടാവും. അവർക്ക് കൈമാസിന് ഫ്രാഞ്ചൈസി എടുക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അവരുടെ കയ്യിൽ സ്പോട്ടോ കാര്യങ്ങളോ എവിടെ ചെയ്യണം എന്നുള്ള ധാരണകളൊന്നും അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ലൊക്കേഷൻ സെർച്ചും ചിലപ്പോൾ കമ്പനീൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ പല ഭാഗത്തുനിന്നും ബിൽഡിംഗ് ഓണേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ ഇവിടെ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് വരുന്നാൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത ലൊക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ലൊക്കേഷൻ ചൂസ് ചെയ്യുമ്പം ശരിക്കും ഇത് ഒരു ലൊക്കേഷൻ ഉള്ള ആളാണെങ്കിലോ ഇനിയിപ്പോൾ ഇല്ലാത്ത ആൾ നിങ്ങളടുത്ത് വന്ന് നിങ്ങൾ നോക്കി ലൊക്കേഷൻ എടുത്തോളൂ പറയുകയാണെങ്കിലും ആ രണ്ട് രീതിയിലാണെങ്കിൽ നമ്മൾ നോക്കുന്ന കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ടാവും. ഇന്ന ടൈപ്പ് ലൊക്കേഷൻ, കാരണം ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഒരു ഫുഡ് ഏത് ബിസിനസ് ആണെങ്കിലും ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഫുഡിന് പ്രത്യേകിച്ചും. അപ്പോൾ അങ്ങനെ ബ്രാൻഡ് നോക്കുന്ന ഒരു ക്രൈറ്റീരിയസ് എന്തൊക്കെയാണെന്നുള്ളത് പറയാൻ പറ്റുമോ? അത് പ്രധാനമായിട്ടും വേണ്ടത് പബ്ലിക് വിസിബിലിറ്റി ഉള്ളൊരു സ്പേസ് ആയിരിക്കണം ഒന്നാമത്. നമുക്ക് റെസ്റ്റോറൻറ്റ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. രണ്ടാമത് നമുക്ക് കാർ പാർക്കിംഗ് ഉള്ള സൗകര്യം ആവശ്യത്തിന് വേണം. മൂന്നാമത് വെള്ളത്തിൻ്റെ ആവശ്യകതയുണ്ട് നല്ല രീതിയിൽ. അതുകൊണ്ട് വെള്ളത്തിന് ക്ഷാമമുള്ള സ്ഥലമാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഡ്രെയിനേജിൻ്റെ പ്രശ്നം. ഡ്രെയിനേജിന് ഉള്ള സൗകര്യം ഉള്ളിടത്തായിരിക്കണം നമ്മളൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ ചെയ്യുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ലീഗലി പ്രോബ്ലം ഉള്ള ഒരു ബിൽഡിംഗ് നമ്മൾ എടുക്കാൻ പാടില്ല. കാരണം എൻ്റെ അറിവിൽ തന്നെ പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഏകദേശം 1 കോടിയോളം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയതാണ്. അവസാനം ആ ബിൽഡിങ്ങിന് ഒരു ലീഗൽ പ്രോബ്ലം ഉണ്ടായി. അവസാനം അത് ബാങ്ക് ജപ്തി ചെയ്ത് അദ്ദേഹത്തിന് ആ റെസ്റ്റോറൻറ്റ് മൊത്തം ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. നല്ല ക്രൈസിസിലാണ് ഉള്ളത്. അതുകൊണ്ട് എടുക്കുന്നവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം നോക്കണം എടുക്കാൻ. അതിൽ ഞാൻ മനസ്സിലാക്കിയത് ഈ ഡ്രൈനേജിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം ആണെന്ന് തോന്നുന്നത്. അത് നോക്കണത് ഈ വെള്ളം വലിഞ്ഞു പോകണതും അങ്ങനത്തെ കുറേ ക്രൈറ്റീരിയാസ് നോക്കണത്. ഈ ഫീൽഡ് പുതിയ ആൾക്കാരാകുമ്പോൾ അത് നോക്കാനുള്ള ഒരു ബോധ്യം ചിലപ്പോൾ അവർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെയും പല റെസ്റ്റോറൻറ്റ് പൂട്ടിപ്പോകും. ഡ്രൈനേജ് പ്രോബ്ലം കാരണം, വെള്ളത്തിൻ്റെ പ്രോബ്ലം കാരണം. അതെ ഇങ്ങനെയും പല അതെനിക്കും കുറച്ച് പിന്നെ ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്. നല്ല സെയിലുള്ള ചില കടകൾ ഈ കാരണം കൊണ്ട്, ഈ ഡ്രൈനേജിൻ്റെ ഇഷ്യൂ കൊണ്ട്, മറ്റേ വെള്ളം അവിടെ ചിലപ്പോൾ അടുത്തുള്ള ബിൽഡിംഗ് എല്ലായിടത്തുള്ള വീടുകളിലേക്കുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ആ ചിലപ്പോൾ മണ്ണിൻ്റെ പ്രശ്നം ഉണ്ടാവും, അവിടെ ഒന്നും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈ ടാങ്ക് ഫെസിലിറ്റി ചെയ്യാനുള്ള സെറ്റപ്പ് അവരുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയും ഒരുപാട് റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? അതെ. അതുപോലെ തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റ് എപ്പോഴും ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇടുന്നതിനെക്കാട്ടും നല്ലത് നമ്മുടെ സിറ്റിയോടോ അടുത്ത പ്രദേശങ്ങളിൽ ഇടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം നമുക്ക് ആ സിറ്റിയോട് അടുത്തുള്ള സ്ഥലങ്ങളിൽ ഇടുകയാണെങ്കിൽ നമുക്ക് വാക്കിംഗ് കസ്റ്റമർ കിട്ടും. അങ്ങനെ ഒരു സെയിൽ നടക്കും. അപ്പോൾ നമ്മളൊരു ഹൈവേ സൈഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് സമയമെടുക്കും. അതെ. അത് ഒരാൾ വന്ന് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വന്ന് ഭക്ഷണം കഴിച്ച് അത് ഇഷ്ടപ്പെട്ട് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. പക്ഷേ ഒരു ടൗണിലാണെങ്കിൽ ആരായാലും ഒന്ന് കയറും, ആവശ്യത്തിന് കയറിയല്ലേ ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ അങ്ങനെ നല്ല ഒരു ഫിക്സഡ് ബിസിനസ് നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഉണ്ടാകും. ഓക്കെ. ഇപ്പം കൈമാസിൻ്റെ ഒരു ലോങ് ജേണിയിൽ, ഒരു 6-7 ഇയർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ജേണിയിൽ ഒരു ബ്രാൻഡ് ഒരു നല്ല രീതിയിലാണ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നെക്സ്റ്റ് ബ്രാൻഡുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
നമുക്ക് എന്തായാലും കസ്റ്റമർ റിറ്റൻഷൻ നല്ല രീതിയിലൊക്കെ ഉണ്ട്. ഈ ഒരു സമയത്ത് നമുക്കൊരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ കസ്റ്റമർ റിറ്റൻഷൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും ഫുഡ് ബിസിനസ് നിൽക്കുന്നത് ആ റിപ്പീറ്റ് കസ്റ്റമേഴ്സ് വന്നുകൊണ്ട് മാത്രമാണ്. കാരണം പുതിയ കസ്റ്റമേഴ്സിന് ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉള്ള കസ്റ്റമേഴ്സ് റീറ്റെയിൻ ചെയ്യാണ്, കസ്റ്റമർ റിറ്റൻഷൻ എന്നുള്ളത്. അപ്പോൾ അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൈമാസ് ആ ലെവലിലുള്ള റിവ്യൂസും കാര്യങ്ങളെല്ലാം കിട്ടി ബ്രാൻഡ് ഇങ്ങനെ അപ്പായി പോകുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് തന്നെ ആ എക്സ്പീരിയൻസ് ഉണ്ടാവും, നല്ലൊരു കസ്റ്റമർ ഫീല് കിട്ടിയ എക്സ്പീരിയൻസ് ഉണ്ടാവും. അതെങ്ങനെ പറയാൻ പറ്റും? അതെ അതെ, ധാരാളം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ ഒരു കസ്റ്റമർ, കുറേ ഒരു ടീമാണ്, അവർ എറണാകുളത്ത് നിന്ന് വന്ന ടീമാണ്. അവർ ട്രിവാൻഡ്രത്ത് എന്തോ ഫംഗ്ഷൻ കഴിഞ്ഞ് തിരിച്ചു വന്ന് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിച്ചിട്ട് അവർ തന്ന ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അവർ വളരെ ഹൃദയത്തിൽ തട്ടിയാണ് പറഞ്ഞത്. ഇത്രയും നല്ല സ്റ്റാഫുകൾ, നല്ല ഫുഡ്, ഇത് ഇത്രയും നല്ല നിലയിൽ കൊണ്ടുവന്ന മാനേജ്മെൻറ്റിനെ വളരെയധികം അവർ പ്രശംസിച്ചു കൊണ്ടിട്ടാണ് പോയത്. അദ്ദേഹത്തെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ തൊണ്ട ഇടറുക വരെ ഉണ്ടായി. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് തന്നെ വളരെ സന്തോഷം, എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷം തോന്നിയൊരു നിമിഷമാണത്. ഇതേക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു ഗസ്റ്റ് വന്ന് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അത് നല്ലതാണെന്ന് പറയുന്നത് അത് നമുക്ക് വളരെയധികം വളരെയധികം മനസ്സിന് കുളിർമയേകുന്നൊരു കാര്യം. അതെ, ഈ ഭക്ഷണം എന്ന് പറയുമ്പോൾ ശരിക്കും അതൊരു ഇമോഷൻ മാത്രമാണല്ലോ. നമ്മൾ ഈ ഒരു മൈൻഡ് അതിനുണ്ടാക്കുമ്പോഴുള്ളൊരു എന്താ പറയുക മൈൻഡ് സെറ്റ് തന്നെയാണ്. അതെന്നെ ശരിക്കും ഭക്ഷണത്തിൻ്റെ രുചിനെ കൂട്ടുമെന്ന് പറയാറുണ്ടല്ലോ ആ ലെവലിലേക്കുള്ള. അപ്പോൾ അങ്ങനെ അത് ശരിക്കും ആ ഫീഡ്ബാക്ക് കിട്ടുമ്പോഴുള്ളൊരു ഒരു പ്രൗഡ് ഫീൽ വേറെ തന്നെയാണ്. അപ്പോൾ അതെന്താ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് ഇപ്പം ഈ ഫുഡ് ബിസിനസ്സിലുള്ള ഇത് റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു മെയിൻ ചാലഞ്ചാണ് പുതിയ ട്രെൻഡ്സിനനുസരിച്ച് നമ്മൾ ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് നമ്മൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അപ്ഡേഷൻ ഇല്ലെങ്കിൽ നമുക്കത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അപ്ഡേഷൻസ് എന്തായാലും നമുക്ക് ഈ സക്സസ് ആയിട്ട് നിൽക്കുന്ന ബ്രാൻഡ്സ് എല്ലാം നോക്കിയാലും അവർ അവരുടേതായിട്ടുള്ള അപ്ഡേഷൻസ് വരുത്തിക്കൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ മാർക്കറ്റ് എന്തായാലും അപ്ഡേറ്റഡ് ആവും. ആ രീതിയിലുള്ള ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് നോക്കുമ്പോഴും ഓവർ ദ പീരീഡ് ഒരു ഗ്യാപ്പ് വെച്ചിട്ട് കൈമാസം ഓരോ ഐറ്റംസ് ഇങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് അതെല്ലാം ഒരു ഫ്രാഞ്ചൈസിയിലേക്ക് ചിലപ്പം കൊടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഫ്രാഞ്ചൈസി ലെവലിലാണെങ്കിൽ തന്നെ അവർക്കും ഒരു കൺസേൺ ഉണ്ടാവും. ആ ഒരു ബിസിനസ് പുതിയത് എന്തൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത്. എനിക്ക് പറഞ്ഞാൽ കല്യാണ ബിരിയാണി എന്ന് പറഞ്ഞ ഐറ്റം അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നാണ് ഇതിലേക്ക്. അങ്ങനെ ആ ഒരു വിഷൻ നോക്കുകയാണെങ്കിൽ അതെങ്ങനെ പുതിയ ഐറ്റം ആഡ് ചെയ്യുന്നത് എൻ്റെ ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ. അത് എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ജേണി ഉണ്ടാവുക, ഇപ്പോൾ എന്തൊക്കെ ചെയ്തു സോഫാർ എന്നുള്ളതെന്ന് പറയാൻ പറ്റും? അതെ, കാലാകാലങ്ങളിൽ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഓരോരോ മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മൾ ഔട്ടായിക്കൊണ്ടിരിക്കും. കാരണം പണ്ട് കമ്പ്യൂട്ടർ വന്ന സമയത്തും പല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് അതിനെ എതിർത്ത ആൾക്കാർ വരെയും ഇപ്പം അതിൻ്റെ അപ്പുറത്തേക്കായിപ്പോയി. ഇപ്പോൾ AI വരെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന ഫുഡ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പം നമ്മളും അതേ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ തന്നെ ട്രെൻഡിനനുസരിച്ച് ഇപ്പം മധുഹൂത്ത് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. അതെ, അതും നമ്മൾ ട്രയൽ റണ്ണൊക്കെ കഴിഞ്ഞു. അത് നല്ല ഫീഡ്ബാക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അപ്പം നമുക്ക് ഇപ്പോഴേ എല്ലാം പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഏത് വരുന്നോ അതിനനുസരിച്ച് നമ്മളും തയ്യാറായിരിക്കണം അതിനെ ആ ചലഞ്ച് ഏറ്റെടുക്കാൻ. പുതിയത് ഇംപ്ലിമെൻ്റ്. അതെ. എന്നിട്ട് അതിന് നല്ല രീതിയിൽ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ശ്രമിക്കണം. അത് ഏത് ബിസിനസ്സിലാണെങ്കിലുള്ള പ്രശ്നമാണല്ലോ. നമ്മൾ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നുള്ള രീതി. പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയ പ്രസൻസ് വളരെയധികം അത്യാവശ്യമാണ്. എല്ലാ റെസ്റ്റോറൻറ്റ് ഏത് ഫീൽഡായാലും, അതിനി ഒരു ചെരുപ്പ് കടയാണെങ്കിലും വലിയ സ്വർണ്ണക്കടയാണെങ്കിലും സോഷ്യൽ മീഡിയ, കാരണം എല്ലാവരുടെയും ഫോണുണ്ട്. എപ്പോഴും കൂടുതൽ ആൾക്കാരും ഫോണിൽ തന്നെയാണ് കൂടുതലുള്ളത്. അപ്പം ആ പ്രസൻസ് ഉള്ളിടത്ത് തന്നെ നമ്മുടെ പരസ്യം കാണിക്കുകയാണെങ്കിൽ അത് കൂടുതൽ നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ ആ ട്രെൻഡിങ് നമ്മളിങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ട് എല്ലാവരും അത് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. സോഷ്യൽ മീഡിയ പ്രസൻസ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്കാർ എപ്പോഴും അവർ നോക്കുക ബിസിനസ്സിന് ഒരു ഈസിനെസ് ആണ്. കാരണം അവർ ഇപ്പോൾ കൈമാസിൻ്റെതല്ല, ഏത് ഫ്രാഞ്ചൈസി എടുക്കുകയാണെങ്കിലും അവർ ആ ഫ്രാഞ്ചൈസി എടുക്കുമ്പോൾ അവർക്ക് എഫേർട്ട്ലെസ് ആയിട്ട് ബിസിനസ് റൺ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അവർ നോക്കുന്ന ഒരു മെയിൻ ഘടകം. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇപ്പം കൈമാസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് അവർക്ക് ഫ്രാഞ്ചൈസി എടുക്കുന്നതിൻ്റെ മുമ്പ് കിട്ടുക എന്നുള്ളത് ഒരു ക്ലാരിറ്റി എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്രാഞ്ചൈസി ബിസിനസ് ഇതിലേക്ക് അവർ ഓക്കെ ആയിരിക്കും ബിസിനസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക, എന്തൊക്കെ ബെനിഫിറ്റ്സ് അവർക്ക് ഉണ്ടാവുന്നുള്ളതെന്ന് പറയാൻ പറ്റും? ഓക്കെ, ഒരു ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്ക് ആദ്യം
നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം എത്ര സ്ക്വയർ ഫീറ്റ് സ്ഥലം, അത് 2-3 രീതിയിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം 1000 തൊട്ട് 1500 സ്ക്വയർ ഫീറ്റ്, അല്ല 1500 തൊട്ട് 2000 സ്ക്വയർ ഫീറ്റ്, അങ്ങനെ 2-3 രീതിയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഓരോ സ്റ്റേജിനും ഓരോ ഇൻവെസ്റ്റ്മെൻ്റാണ് വരുന്നത്. അത് കൃത്യമായിട്ട് അതിൻ്റെ നമ്മളതെല്ലാം പിന്നെ പഠനമെല്ലാം നടത്തി കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ROI ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ആൾക്ക് നമ്മൾ കൊടുക്കും. പിന്നെ ഇതിനകത്ത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ എല്ലാം അക്കൗണ്ട്സ് എല്ലാം പക്ക ആയിരിക്കും. കാരണം നമ്മൾ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അക്കൗണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ നിയമിക്കും. പിന്നെ നല്ല ട്രാൻസ്പെറൻസി ഉണ്ടാവും. നമ്മുടെ അക്കൗണ്ട്സ് മറ്റ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കണക്ക് ബോധ്യപ്പെടുത്തി പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിങ് മെത്തേഡാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മളത് കൈകാര്യം ചെയ്യും. പിന്നെ നമ്മൾ 6-7 വർഷമായിട്ട് ഇത് എല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഓരോ രീതികളും അറിയാം. ആ രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഫ്രാഞ്ചൈസി ഫുഡ് ബിസിനസ്സിന് ഫ്രാഞ്ചൈസി എങ്കിൽ വരുമ്പം ഏറ്റവും കൂടുതലുണ്ടാകുന്ന ചോദ്യം സ്റ്റാഫിൻ്റെ ഒരു മെയിൻറ്റെയിനിങ് തന്നെയാണ്. സ്റ്റാഫിനെ കിട്ടാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല, പക്ഷെ അവരെ മെയിൻറ്റെയിൻ ചെയ്ത് നടക്കാനുള്ള ഇഷ്യൂസാണ് അധികം പറഞ്ഞു വയ്ക്കുക. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് സ്റ്റാഫിനെ കിട്ടാത്തൊരു പ്രശ്നമുണ്ട്, മലയാളീസിനെ പ്രോപ്പറായിട്ട് ഈ ഫീൽഡിലേക്ക് കിട്ടാത്തൊരു ഇഷ്യൂസ് അത് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഈ കസ്റ്റമർ സ്റ്റാഫ് റീറ്റൻഷൻ ഇതിൽ മെയിൻ ഘടകമാണ്. സ്റ്റാഫ് റിട്ടൻഷൻ്റെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചു. എന്നാലും അതൊരു ഫ്രാഞ്ചൈസി ലെവലിലേക്ക് പോകുമ്പോൾ അവർക്കൊരു കൺസേൺ ഉണ്ടാവും ഈ ഒരു സ്റ്റാഫിന്. കാരണം അവരെ ഇതിലേക്ക് ഇത് വരുന്നില്ല, നമ്മൾ ആണിത് കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. ഒരിക്കലും കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന മോഡലാണ് അവർക്ക് നോക്കേണ്ട ആവശ്യമില്ല. എന്നാലും അവർ മൈൻഡിലൊരു കൺസേൺ ഉണ്ടാവും. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ബിസിനസ് ആണല്ലോ. ഈ കസ്റ്റമർ പ്രോപ്പറായിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളിലെല്ലാം നമ്മൾ കൊടുത്ത് അവർ റീറ്റെയിൻ ചെയ്യണം. അപ്പോൾ എന്തൊക്കെ ഒരു സ്റ്റാഫ് ട്രെയിനിങ് അല്ലെങ്കിൽ റീറ്റെൻഷൻ എന്തൊക്കെ ആണ് യൂസ് ചെയ്യുന്നതെന്നൊന്ന് പറയാം. നമ്മളൊരു ഫ്രാഞ്ചൈസി ചെയ്യാൻ വേണ്ടി MOU സൈൻ ചെയ്യുമ്പം തന്നെ നമ്മൾ അതിനു വേണ്ടി തന്നെ സ്റ്റാഫിനെ അപ്പം തന്നെ നമ്മൾ ഹയർ ചെയ്ത് നമ്മൾ നമ്മുടെ നിലവിലുള്ള റെസ്റ്റോറൻറ്റ് നിർത്തി അതിന് ആവശ്യമായ ട്രെയിനിങ് കൊടുക്കും. അതിന് സപ്പോർട്ട് ചെയ്യുന്ന വേറെ സ്റ്റാഫും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് നിലനിർത്താൻ ഉദ്ദേശിക്കുന്നത്. അതിപ്പം നമ്മുടെ കയ്യിൽ ഞാൻ പറഞ്ഞ സ്റ്റാൻഡർഡൈസ് ചെയ്തുകൊണ്ട് അതിനകത്ത് ഒരു പ്രയാസം വരുന്നില്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു ആവശ്യമില്ല. പ്രോപ്പർ ആ സമയത്ത് ഹയർ ചെയ്ത് ഒരു പ്രോസസ്സ് ഉണ്ട്. ഒരു റെസ്റ്റോറൻറ്റ് ഇപ്പം ഇന്നിപ്പോൾ MOU സൈൻ ചെയ്താൽ നാളെ തുടങ്ങുകയല്ലോ. അതിനിപ്പോൾ ഏകദേശം ഒരു കുറച്ച് സമയം വേണ്ടി വരും. നമുക്കിപ്പോൾ ഒരു കുക്കിംഗ് അറിയാവുന്ന ഒരാൾ, സാധാരണ രീതി കുക്കിംഗ് അറിയാവുന്ന ഒരാൾ നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ നമുക്കൊരു 10 തൊട്ട് 15 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ രീതിയിലേക്ക് ആക്കാൻ പറ്റും. കുക്കിംഗ് ബേസിക് അറിയാവുന്ന ഒരാളായാൽ മതി, ബാക്കിയൊന്നും പ്രശ്നമല്ല. നമുക്കതുകൊണ്ട് അതിനകത്തൊരു 100% കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് അതിനകത്ത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഐറ്റം, ഈ അറബിക്ക്, ബിരിയാണി, ഗ്രിൽ ഐറ്റം ഒക്കെ ഫ്രാഞ്ചൈസി നമ്മൾ തുടങ്ങാൻ തന്നെ ഒരു കാരണം അതുകൊണ്ട്. കാരണം ഇതെല്ലാം നമ്മുടെ കയ്യിൽ തന്നെ ഉള്ള സംഭവങ്ങളാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഷെഫിനെ ഡിപ്പെൻഡ് ചെയ്തുള്ളതല്ല. അല്ല, ഞാൻ മനസ്സിലാക്കിയതും ഈ ബിരിയാണി ബ്രാൻഡുകൾ ഒരുപാടുണ്ടെങ്കിൽ അവർ ബിരിയാണി മാത്രം വെച്ച് പോകുമ്പോൾ ഒരു ഇഷ്യൂ അതുമുണ്ട്. കാരണം ഇപ്പം ചില ഉച്ചയ്ക്ക് നല്ലോണം റൈസ് കഴിക്കുമെങ്കിൽ രാത്രി ചിലപ്പോൾ റൈസിൻ്റെ ഓപ്ഷൻസ് അത്ര എടുക്കുന്ന ആൾക്കാർ കുറവായിരിക്കും. അപ്പോൾ മറ്റേ ഡിഷസ് അതിലേക്ക് എന്തായാലും ആഡ് ചെയ്യണം ചെറിയ രീതിക്ക്. വെറും ബിരിയാണി വെച്ച് പോകുമ്പോൾ എന്തായാലും നമുക്ക് എല്ലാ മാർക്കറ്റിലും പിടിച്ച് നിൽക്കാൻ പറ്റില്ല. ഭയങ്കര ഫുഡ് ഫാഡ് സ്ഥലത്ത് മാത്രമേ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ കൈമാസ് ഗ്രിൽ ഐറ്റംസ് അതിലേക്ക് ആഡ് ആക്കുന്നുണ്ട്. അതേപോലെ മന്തി, മധൂത്ത് ഇതിലൊക്കെ വരുന്നുണ്ട്. ഇത് ഇങ്ങനെ വരുമ്പം ശരിക്ക് എൻ്റെ ഒരു ഡൗട്ട്, ബിരിയാണി എന്ന് പറഞ്ഞ ഒരു ഐറ്റത്തിൻ്റെ ഒരു നമ്മളൊരു ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോവുമോ? അങ്ങനെ കുറഞ്ഞു പോവാതിരിക്കാൻ എന്തെങ്കിലും ഒരു ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കണോ? അതെങ്ങനെ ഒന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതായത് പൊതുവേ നമ്മൾ ബിരിയാണി എന്ന് പറഞ്ഞ ഒരു ഐറ്റം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വടക്കൻ കേരളത്തിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. തെക്കൻ കേരളത്തിൽ പിന്നെ അത്രത്തോളം ഉപയോഗിക്കുന്നില്ല. കൂടുതലും ഉച്ച സമയങ്ങളിലാണ് തെക്കൻ കേരളക്കാർ ഇത് കൂടുതൽ ബിരിയാണി ഉപയോഗിക്കും. രാത്രി അങ്ങനെ വലുതായിട്ട് ബിരിയാണി പൊതുവെ ഇഷ്ടപ്പെടാറില്ല കഴിക്കാൻ. പക്ഷേ രാത്രി കാലങ്ങളിലായാലും ഈ മന്തി അതുപോലെ തന്നെ മധുഹൂത്ത് ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ എല്ലാവരും പൊതുവെ ഇപ്പോൾ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ നൈറ്റ് സമയങ്ങളിൽ കൂടുതലും അത് നമ്മുടെ നാടുകളിൽ പോകാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് രാത്രി മന്തി പോകുന്നുണ്ട്. പിന്നെ നമ്മൾ പുതുതായിട്ട് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഐറ്റം ഉണ്ട്, ഇറാനിയൻ റൈസ്. അത് മയോണൈസോ
ചിക്കനോ ഇല്ലാതെ തന്നെ ആ റൈസ് കഴിക്കാൻ പറ്റും. അത്ര ടേസ്റ്റിയാണ്. ഓക്കെ. അത് നമ്മൾ ഇപ്പോൾ ഈയിടെയായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഐറ്റമാണ്. ഇനിയിപ്പോൾ നമ്മൾ പുതുതായിട്ട് തുടങ്ങാൻ പോകുന്നത് മധുഹൂത്ത്. അതും എപ്പോൾ വേണമെങ്കിലും കഴിക്കും. ഉച്ചയ്ക്ക് കഴിക്കണമെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കാം, എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ്. അത് ഒരു അറബിക് കുക്കറിലാണ് അത് തയ്യാറാക്കുന്നത്. കേരളത്തിൻ്റെ പല ഭാഗത്തും ഇപ്പോൾ അത് ട്രെൻഡിങ് ആണ്. പക്ഷേ എല്ലായിടത്തും അത് അത്ര നല്ല ടേസ്റ്റി ആയിട്ട് കൊടുക്കുന്നില്ല. ഓക്കെ. അപ്പം നമ്മളിത് ട്രയൽ റൺ നടത്തി നല്ല ഫീഡ്ബാക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നമ്മുടെ മെനുവിലേക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഫ്രാഞ്ചൈസിയിൽ ഒരുപാട് ഐറ്റങ്ങൾ ആഡ് ചെയ്യുന്നില്ല. നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. കാരണം ഒരുപാട് ഒരു 10-50 ഐറ്റം ആഡ് ചെയ്താൽ ഇതെല്ലാം കൂടെ ഒരു ഫ്രാഞ്ചൈസി പറ്റത്തില്ല. അങ്ങനെ ഇതെല്ലാം പരാജയപ്പെട്ടു പോയിട്ടുമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിനെപ്പറ്റിയൊക്കെ ഒരു പഠനം നടത്തിയിട്ടാണ് നമ്മൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്നതിന് മാത്രം വെച്ചിട്ട് നമ്മൾ ഫ്രാഞ്ചൈസി ചെയ്യാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, നല്ല കോൺഫിഡൻസ് ആണ് ഉള്ളത്. ഇതുമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വളരെ നല്ല റെസ്പോൺസ് ആയിരിക്കും കിട്ടുക എന്നുള്ളത് ഇൻഷാല്ലാ. ഓക്കെ. നമുക്ക് ഈ ഫുഡ് ബിസിനസ്സിൽ എൻക്വയറി വരുന്ന സമയത്ത് തന്നെ കൂടുതൽ എൻക്വയറി വരുന്നതാണ് പിന്നെ ഫൈൻ ഡൈൻ റെസ്റ്റോറൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടോ, അതിൽ തന്നെ ബിരിയാണി ഓൺ ആയിട്ടുള്ള അല്ലെങ്കിൽ മന്തി ടൈപ്പ് ഫുഡുകളുണ്ടോ എന്നുള്ളത്. അത് കൂടുതലും വരൽ സൗത്ത് പാർട്ടിൽ നിന്നാണ് നമുക്ക് എൻക്വയറി വരൽ. കേരളത്തിൻ്റെ സൗത്ത് ഭാഗത്തു നിന്നാണ് എൻക്വയറി കൂടുതലും വരൽ. അപ്പം ശരിക്കും ബിരിയാണി ചെയ്യുന്ന ആൾക്കാർ, ബിരിയാണി ബ്രാൻഡിലുള്ള ആൾക്കാർ മന്തി ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊന്ന് മടിക്കലുണ്ട് ആ ലെവലിലേക്ക്. അപ്പം നിങ്ങൾ പക്ഷേ നേരെ തിരിച്ചാണ്. നിങ്ങൾ ഒരു ഓവർ ദ പീരീഡ് ഒരു സമയം കഴിഞ്ഞപ്പോൾ നിങ്ങൾ പുതിയത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നത് നേരെ മന്തി തന്നെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ എങ്ങനെ ശരിക്കും മന്തി വന്നപ്പോൾ തന്നെ മന്തി തന്നെ ഒരു ഇതുണ്ടല്ലോ, ഒരു എന്താ പറയുക, ബിരിയാണിനെ ഓവർകം ചെയ്യുന്നുണ്ട് ചില സ്ഥലത്തെന്ന് പറയുന്നുണ്ട്. അത് ചില സ്ഥലത്ത് അങ്ങനെയല്ല, ബിരിയാണി ടോപ്പ് എന്നുള്ള സംഗതി ആ ഒരു ഡിബേറ്റ് പോലെ തന്നെ മന്തിയും ഇതും തമ്മിൽ വരുന്നുണ്ട്. ശരിക്കും നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നിങ്ങളുടെ ഫീൽ എങ്ങനെയാണ്? അത് നിങ്ങൾ ബാധിച്ചോ അല്ലെങ്കിൽ എന്താണ് റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് നമ്മൾ മന്തി നേരത്തെ ഉണ്ടെങ്കിലും നമ്മളതൊരു 3 മണി സമയത്തൊക്കെയാണ് നമ്മൾ മന്തി സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിരിയാണി നമ്മൾ 11:30 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അതങ്ങനെ 3 മണി ആക്കാൻ തന്നെ കാരണം അത് ബിരിയാണിയുടെ സെയിൽസിനെ കുറയ്ക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ. പക്ഷേ നമ്മൾ കുറച്ച് കാലത്തിന് ശേഷം ചിന്തിച്ചു, എന്ത് വിറ്റാലും നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് മന്തി ഈ ബിരിയാണിയുടെ ടൈം വെച്ചുകൂടാ, ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ 11:30 മണിക്ക് തന്നെ ബിരിയാണിയോടൊപ്പം തന്നെ മന്തി സ്റ്റാർട്ട് ചെയ്തു. അപ്പം ബിരിയാണി ആക്ച്വലി കുറച്ച് ബാധിച്ചിട്ടുണ്ട്. ഒരു 10% ബിരിയാണിയുടെ സെയിൽ ഡൗൺ ആയിട്ടുണ്ട്. പക്ഷേ മന്തിയുടെ സെയിൽ നേരത്തെ ഉള്ളതിനെക്കാട്ട് വളരെയധികം അപ്പായിട്ടുണ്ട്. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ആ ബിസിനസ് റൺ ചെയ്യുന്നു പോകുന്നതിന് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു പ്രശ്നമൊന്നും ഇല്ല. റെസ്റ്റോറൻറ്റ് യാതൊരു നേട്ടമല്ലാതെ ഒരു കോട്ടവും ഇല്ല. പിന്നെ കോമൺ ആയിട്ട് നമ്മുടെ എല്ലാ ഫംഗ്ഷനുകളിലും ഉപയോഗിക്കുന്ന ഒരു സാധനം മന്തിയല്ല, ബിരിയാണി തന്നെയാണ്. എല്ലാവർക്കും വേണ്ട. ഒരു കല്യാണ പരിപാടി നടന്നാലും, ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ നടന്നാലും, ഒരു ഹൗസ് വാമിങ് നടന്നാലും എല്ലാവരും ബിരിയാണിയാണ് പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ബിരിയാണിയുടെ അങ്ങനെ ഒരിക്കലും അത് ഒഴിവാക്കാൻ പറ്റുന്നൊരു സാധനമല്ല. ഓക്കെ. നമുക്ക് കോമൺ ആയിട്ട് എല്ലായിടത്തും അറിയാമല്ലോ. അപ്പം അതുപോലെ തന്നെ നമ്മൾ കാറ്ററിംഗ് വർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലും ബിരിയാണി തന്നെയാണ് കൂടുതൽ ഓർഡർ വരാറുള്ളത്. കൂടുതൽ പിന്നെ ഓരോരുത്തരുടെ ഇതനുസരിച്ച് മട്ടൺ, ചിക്കൻ, ബീഫ് ഓരോരുത്തരുടെ ഫിനാൻഷ്യൽ ഇത് വെച്ചിട്ട് അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് രണ്ടിനും 2 രീതിയാണ്. പിന്നെ കൂടുതൽ യൂത്താണ് ഇപ്പം മന്തിയെ ഇത്രയധികം ട്രെൻഡിങ് ആക്കിയേക്കുന്നത്. സ്കൂൾ സ്റ്റുഡൻസ്, കോളേജ് സ്റ്റുഡൻസ്, അവർ ഒരു 4, 5, 6 അല്ലെങ്കിൽ 10 പേര് ബാച്ചായിട്ട് വരും. അവർ നന്നായിട്ട് വന്നിട്ട് കഴിച്ചിട്ട് പോകും. അപ്പോൾ അവർക്ക് നല്ല അത് ഹാപ്പിയാണ്, വയറ് നിറയെ കഴിക്കാൻ കിട്ടും. പിന്നെ മയോണൈസ് കൂടെ അതിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് കൂടുതൽ ഫുഡ് കഴിക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലിപ്പം കേരളത്തിൽ മൊത്തത്തിൽ മന്തിയാണ് കൂടുതൽ സെയിൽ നടക്കുന്നതാണ് എൻ്റെ ഒരു നിഗമനം. മന്തി ബ്രാൻഡ് ഒരുപാട് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ നമ്മളിത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വരുമ്പോഴുള്ള ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവും. ബിരിയാണിയും മന്തിയും കൂടി വരുമ്പോഴുള്ള ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ അത് മാക്സിമം യൂസ് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പം മന്തിയിൽ കൂടുതൽ പിന്നെയും കുറേ റിസർച്ചൊക്കെ നടത്തിയിട്ട് ഇപ്പോൾ കൂടുതൽ നേരത്തേക്കാട്ടിലും കൂടുതൽ ഇപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അത് നമ്മൾ ഓരോ പ്രാവശ്യവും ഇതിനേക്കാൾ എത്രത്തോളം അടുത്ത പ്രാവശ്യം മെച്ചപ്പെടുത്താമെന്നാണ് നോക്കുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ഓരോ ഇൻഫർമേഷൻ കിട്ടുന്നതനുസരിച്ച് നമ്മൾ അതിനെ കൂടുതൽ മെച്ചപ്പെടുത്താനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇപ്പം നമുക്കൊരു അവസാനമായിട്ട് നമ്മൾ ഈ കാമാസിൻ്റെ ഒരു ജേണി ഈ ഒരു ലെവലിൽ വരെ എത്തി. ഇനിയിപ്പോൾ എന്തായാലും ഫ്രാഞ്ചൈസി ലെവലിലേക്ക് നമുക്ക് ഗ്രോ ചെയ്യാൻ നോക്കുകയാണ്.
ആ ലെവലിലേക്ക് നോക്കുമ്പോൾ ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്കാർക്കുള്ള ഒരു ഒരു എന്താ പറയുക ഒരു മെയിൻ ചോദ്യം ഉണ്ടാവും, ബ്രാൻഡിൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാണ് വരുന്നത്, ബ്രാൻഡിൻ്റെ ഒരു വിഷൻ എന്തൊക്കെയാണ്, നെക്സ്റ്റ് ഏതൊക്കെ ലെവലിലേക്ക് എത്താൻ. കാരണം അതിൻ്റെ പാർട്ടായിട്ടാണ് അവർ നിൽക്കുന്നത്, അവരാണ് നമ്മൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതും, അവർ അതിൻ്റെ ഒരു പാർട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാരുമാണ്. അപ്പം നമുക്ക് അവരുടെ അടുത്തൊക്കെ പറയാൻ നമ്മളൊരു വിഷൻ എന്തായിരിക്കും എന്നുള്ള ഫ്യൂച്ചർ പ്ലാൻസ് എന്നൊക്കെ ചോദിച്ചാൽ എന്ത് നമുക്ക് പറയാൻ പറ്റുക? അതെ, തീർച്ചയായിട്ടും ഒരു ലക്ഷ്യമില്ലാത്ത ഒരു സ്ഥാപനത്തിലേക്ക് ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവണമെന്നില്ല. അപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ ഒരു ബോർഡില്ലാത്ത വണ്ടിയിൽ ആരും കയറാറില്ല. അപ്പോൾ കാരണം അതിനൊരു ലക്ഷ്യമില്ല, അതുകൊണ്ട് അതിനകത്ത് ആരും കയറാറില്ല. അതിലാരെങ്കിലും കയറി യാത്ര ചെയ്താൽ അയാളെ പറ്റി നമുക്ക് എന്ത് പറയാൻ പറ്റും? ലക്ഷ്യമില്ലാത്ത ആളെന്നേ പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും കൈമാസ് 2019 ആരംഭിച്ചപ്പോൾ തന്നെ ഇത് റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിനെ വേർഡ് മാർക്കും ട്രേഡ് മാർക്കും ചെയ്തതാണ് കൈമാസ്. എനിക്കറിയില്ല ഇത് ഭാവിയിൽ ഞാൻ റെസ്റ്റോറൻറ്റ് 1 ഇടും 2 ഇടും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാനൊരു ഇത് നന്നായിട്ട് പോവുകയാണെങ്കിൽ ഇതിനെ ഒരു ബ്രാൻഡായിട്ട് കൊണ്ടുപോകണമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ തന്നെ ഇത് വേർഡ് മാർക്കും ട്രേഡ് മാർക്കും ചെയ്തു വെച്ചു. അപ്പം എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 2035 ആകുമ്പോഴത്തേക്ക് ഒരു 50 ഔട്ട്ലെറ്റ് ഉണ്ടാക്കണമെന്നുള്ളതാണ്. അപ്പോൾ അതിന് മുന്നോടിയായി തന്നെ ഞാനിപ്പോൾ തന്നെ എൻ്റെ റെസ്റ്റോറൻറ്റിൽ അത് ഒപ്റ്റിമൈസേഷൻ ചെയ്ത് ഓരോ താഴെത്തട്ടിലുള്ള ഓരോ കാര്യങ്ങളും ഒപ്റ്റിമൈസേഷൻ ചെയ്ത് ഓരോ ഏരിയയിലെയും ഓരോ പ്രോബ്ലം ഉണ്ടാകുന്നതിനെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സിസ്റ്റവും ഉണ്ടായിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റത്തില്ല. നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ ഓരോരോ പ്രോബ്ലം വരും, അതിനെ നമ്മൾ സോൾവ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. പൂർണ്ണമായിട്ട് 100% സിസ്റ്റമുള്ള ഒരു കമ്പനി എവിടെ ഉണ്ടാവില്ല. ഒരു 80% സിസ്റ്റം ആയി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് വിജയിക്കും. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഓരോരോ സിസ്റ്റം നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു. അത് നല്ല രീതിയിൽ തന്നെ ചെയ്തു പോകുന്നുണ്ട്. അതിൻ്റെ ഒരു കോൺഫിഡൻസിലാണ് ഇനി ഫ്രാഞ്ചൈസി തുടങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആര് ഫ്രാഞ്ചൈസി തുടങ്ങുകയാണെങ്കിലും നമ്മളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാതെ അതിലേക്ക് ചാടിയാൽ അത് പരാജയത്തിൽ വരാനാണ് സാധ്യത. അതുകൊണ്ട് ആ ഒരു വിഷനാണ് നമുക്കുള്ളത്. അതുവഴിയായി ധാരാളം പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും. ധാരാളം പേരെ അവരുടെ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ബിസിനസ് നടക്കുമ്പോൾ അവർക്ക് പേഴ്സണലായിട്ടുണ്ടാകുന്ന പല കാര്യങ്ങൾക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ പറ്റും. ഒരു വ്യാപാരി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അത് കൊണ്ട് ആ സ്ഥാപനത്തിന് അതിൽ ജീവിക്കുന്ന ജീവനക്കാർ അതുവഴി അവർക്ക് ഫാമിലീസ് ഉണ്ട്. ഒരു വീട്ടിൽ തന്നെ മിനിമം ഒരു 5 പേരെങ്കിലും കാണും. ഫാദറും മദർ, ഭാര്യ, ജോലി ചെയ്യുന്ന ആൾ, അങ്ങനെ തന്നെ ഒരു 4-5 പേര് തന്നെയാണ്. ഒരു സ്ഥാപനത്തിൽ ഒരു 30 പേര് വർക്ക് ചെയ്താൽ തന്നെ 150 പേരോളം അതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് തരുന്ന വെണ്ടേഴ്സ് അത് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു സ്ഥാപനം നല്ല നിലയിലായിക്കഴിഞ്ഞാൽ ആ ഒരു വിഷനോടെയുള്ളൊരു സ്ഥാപനമാണെങ്കിൽ അതുവഴിയായിട്ട് ആയിരക്കണക്കിന് ആൾക്കാർക്ക് നല്ല നിലയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. രാജ്യത്തിന് അതുകൊണ്ടുള്ള നേട്ടം ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു വിഷനിലാണ് ഞാൻ ഉള്ളത്. അത് നടക്കുമോ നടക്കത്തില്ലയോ എന്നുള്ളതല്ല, ഞാനൊരു വിഷൻ ബോർഡ് മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ കൈമാസ് എന്നുള്ള വാഹനം ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ഇഷ്ടമുള്ള ആൾക്കാരെല്ലാം കയറും, ഇഷ്ടമില്ലാത്തവർക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടൊരു ഡോർ നമ്മൾ തുറന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വിഷനുള്ള വണ്ടിയാണിത്. അതുകൊണ്ട് ഇതിനകത്തേക്ക് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് കയറാം. അത് ഡ്രൈവ് ചെയ്യാൻ അറിയാവുന്ന നല്ലൊരു ഡ്രൈവർ തന്നെയാണ് അത് ഓടിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാതയിലേക്കാണ് ഞാനുള്ളത്. എന്തായാലും നല്ലൊരു പോയിൻ്റാണ് നമുക്ക് അവസാനം ആയിട്ട് കിട്ടുന്നത്. കാരണം ഇതൊരു നല്ലൊരു വിഷനുള്ള ഒരു ഓൺട്രപ്രണർ തന്നെയാണ് ഇതിൻ്റെ പുറകിലുള്ളതെന്നുള്ളത് മനസ്സിലായി. അതുപോലെ തന്നെ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ പോയിൻ്റ്, നമുക്ക് ഇതൊരു ഓൺട്രപ്രണർഷിപ്പിൻ്റെ കൂടെ തന്നെ ഒരുപാട് പേർക്ക് നമ്മളൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത് പോലെയാണ്. അപ്പോൾ അങ്ങനെ ഇത്രയും ആൾക്കാർക്കുള്ളൊരു പിന്നെ ഒരു സമൂഹത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന മാറ്റങ്ങൾ ഒരുപാടാണ്. ഇത്തരം മാറ്റങ്ങൾക്കും കൂടെ നമ്മൾ പാർട്ടാവുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമില്ല. ഇത്ര സ്ഥാപനങ്ങൾ വന്നാലും അത്രയും ജോലിക്കാരവിടെ ഉണ്ടാവും, അതായത് ഇൻഡയറക്റ്റ് സ്റ്റാഫുകൾ വേറെ ഉണ്ടാവും. ഇവർക്കൊക്കെ നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് ആ സൊസൈറ്റിക്ക് തന്നെ നമുക്കൊരു ബെനിഫിറ്റ് ആയിട്ട് മാറാൻ പറ്റുമെന്ന് പറഞ്ഞത്, ആ ഒരു ജേണിയുടെ പാർട്ടായിട്ട് ഫ്രാഞ്ചൈസി ഓണേഴ്സിന് വരാൻ പറ്റുമെന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്കാർക്ക് ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും ഈ കൈമാസ് എന്നുള്ളത് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സെഷൻ എൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.